വേൾഡിൻ്റെ പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, കാരണം സമയം കിട്ടില്ല എനിക്ക് എഴുതാൻ. സോ അപ്പം സമയം കിട്ടാത്തതല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര വെള്ളദാഹമായിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് ലാസ്റ്റത്തെ ആക്ടിവിറ്റി എനിക്ക് വലുതായിട്ട് എഴുതാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം നാളെ ഇംഗ്ലീഷ് പരീക്ഷയാണെങ്കിൽ നല്ലോണം എഴുതണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, നടക്കുമായിരിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് നോട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം മെയിൻ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ചിലപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ചും ഹെലൻ കെല്ലറിൻ്റെ അമ്മയോട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും, അത് രണ്ടും മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ എന്തായിരുന്നാലും പഠിച്ച് വെക്കണം, നിങ്ങളും പഠിച്ച് വെക്കണം. എന്തായിരുന്നാലും അതൊന്ന് പഠിച്ച് വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്പീഡിന് തറപ്പിച്ച് വായിച്ച് പോകുന്നതേ ഉള്ളൂ. അടുത്തത് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച്. അത് നിങ്ങൾക്ക് മുഖ്യം ബിഗിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ തവണയും എഡിറ്റിങ് വരാറുണ്ട്. അപ്പോൾ എഡിറ്റിങ് എന്തായിരുന്നാലും ചോദിച്ചിരിക്കും. ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് എല്ലാ വട്ടവും എഡിറ്റിങ് വരാറ്. ചിലപ്പോൾ 5ഓ 6ഓമതൊക്കെ ആക്ടിവിറ്റീസായിട്ട് വരും. പിന്നെ ഡയറി എൻട്രി, എഡിറ്റിംഗ് അറിയണമെങ്കിൽ ഗ്രാമർ അറിയണം. എനിക്ക് ആ ഒരു സംഭവം A to Z ഒരു അവിടെ ഇവിടെ മുക്കുമൂലയൊക്കെ അറിയാം, എന്നാലും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ സമ്മതിച്ച് തന്നേക്കുവാണ്. അടുത്തത് എനിക്ക് എഡിറ്റിങ് എന്തൊരായിരുന്നാലും പഠിച്ച് വയ്ക്കുക കേട്ടോ. കുറച്ചെങ്കിലും ഗ്രാമറൊക്കെ പഠിച്ച് വയ്ക്കുക. പാസ്റ്റ്, പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചാൽ മതി. അടുത്തത് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതേപോലെ തന്നെ എന്താ പറയുക, ഇതായിരുന്നു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറും ഈ 3 ടെൻസല്ലേ ഉള്ളൂ. ആ 3 ടെൻസുകളൊന്ന് പഠിച്ച് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അടുത്തത് റെഫ്രൈൻ, അലിട്രേഷൻ, അസോണൻസ്, അത് പഠിച്ച് വയ്ക്കണം. ഞാൻ പഠിച്ച് വെക്കേണ്ട കാര്യങ്ങൾ പറയാതെ ഞാൻ പഠിക്കുവാണ്, ഞാൻ പഠിച്ച് തീർന്നു. ഓക്കെ, റെഫ്രൈൻ, അലിട്രേഷൻ, അസോണൻസ്, അത് നിങ്ങൾക്ക് ഒന്നാലും നിങ്ങളുടെ പരീക്ഷ സമയത്ത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലേ, എഡിറ്റിങ്. അടുത്തൊരു ഡയറി എൻട്രി എഴുതുമ്പോൾ ഡയറി എൻട്രിയുടെ ഫോർമുല നോക്കിയിരിക്കണം. ഫോർമുല കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയറി എൻട്രിക്ക് മാർക്ക് കിട്ടുള്ളൂ. ഫോർമുല എന്ന് പറയുന്നത് വലതുവശത്ത് ഡേയും എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇടതുവശത്ത് നിന്ന് ഡിയർ ഡയറി എന്ന് പറഞ്ഞ് തുടങ്ങുക. ഡിയർ ഡയറി, ടുഡേ ഐ ഗോ ടു ആൻ ട്രിപ്പ്. നമ്മൾ അന്നത്തെ ദിവസം ഞാൻ എണീറ്റ് കുളിച്ചു അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ആ ഒരു ദിവസം എന്താണ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുണ്ടായത് അത് മാത്രം എഴുതി വെക്കുക. നിങ്ങളുടെ ഡയറി എൻട്രി ആയിരിക്കത്തില്ല, ഒരു കഥാപാത്രത്തിൻ്റെ ഡയറി എൻട്രി ആയിരിക്കും. നമ്മൾ പഠിച്ചൊരു കഥാപാത്രത്തിൻ്റെ ഡയറി എൻട്രി ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്തായിരുന്നു, പ്രൊഫൈല്. കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ടാവും. നമ്മളുടെ ഒരു പാരഗ്രാഫ് നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈല് ചെയ്തില്ലേ, അതേപോലെ കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ടാവും. ആ ഒരു ഹിൻറ്റ് വെച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് പോലെ പ്രൊഫൈൽ എഴുതാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുള്ളൂ. ഇതെല്ലാം ഇതിൽ കൂടുതൽ വരും. ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം തയ്യാറാക്കാൻ വരും, കമ്പനിയുടേതോ ഫോണിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫറിൻ്റെയൊക്കെ പരസ്യമൊക്കെ തയ്യാറാക്കാൻ വരും. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ നല്ലോണം എഴുതിയിട്ട് വരാം, ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.